കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലായിരിക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കണ്ടാലോ. അങ്ങനെ ആദർശും നയനെ നവ്യയും കൂടെ അകത്തേക്ക് കയറി വരുമ്പം അവിടെ അഭിയുടെ പ്രകടനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അഭി ഫോട്ടോയൊക്കെ എല്ലാരെയും കാണിച്ചിട്ട് അങ്ങനെ കലിതുള്ളി നിൽക്കുകയാണ്. ഈ സിറ്റുവേഷനിൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ മൂർത്തി മുത്തശ്ശനും എല്ലാവരും നിൽക്കുന്ന സമയത്താ നവ്യയും നയനയും ആദർശം അങ്ങോട്ട് കടന്നു വരുന്നേ. അവരെ കണ്ടപ്പോ പെട്ടെന്ന് ദേവേനെ ഒന്നിച്ചു, നിങ്ങൾ എവിടെ പോയതാന്ന് ചോദിക്കുകയാണ്. പെട്ടെന്ന് ആരും ഒന്നും മിണ്ടിയില്ല. ജലജ വന്നിട്ട് ചോദിച്ചു, ഓ ഇന്നലത്തെ പോലെ ഇനിയിപ്പം നടക്കാൻ ഇറങ്ങിയതായിരിക്കുമല്ലേ ഈ സമയത്ത് എന്ന് ചോദിക്കുകയാണ്. പെട്ടെന്ന് മൂർത്തി മുത്തശ്ശൻ ചോദിച്ചു, അല്ല ഈ കാണുന്ന എന്താ, ഈ കിടക്കുന്ന ഒരു ഫോട്ടോ കൊണ്ട് കാണിക്കുക, ഇതെന്താന്ന് ചോദിക്കുകയാണ്. അത് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേന് നവിക്കും ആദർശനും എനിക്ക് എന്ത് മറുപടി പറയാനും നടത്തില്ല. ആദർശം ഒന്നും മിണ്ടാതെ പതറി നിൽക്കുമ്പോ, നീ എന്താ ആദർശം ഒന്നും മിണ്ടാത്തെ, ഞാൻ ചോദിച്ച് കേട്ടില്ലേ, മറുപടി പറയാന്ന് പറയാണ്. പെട്ടെന്ന് അഭി പറഞ്ഞു, എങ്ങനെ പറയാനാ, അവര് 3 പേരും കൂടെ ഒത്തോണ്ടുള്ള കളിയാ എന്ന് പറയാണ്. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മേലാല് ഇനി എന്റെ വീട്ടില് നീ ഭാര്യയായിട്ട് തുടരാൻ ഞാൻ അനുവദിക്കില്ല. ഇതുപോലെ കണ്ടവന്റെ കൂടെ പോകുന്നവരെ ഭാര്യയാക്കി വെച്ചോണ്ടിരിക്കാനല്ല. എല്ലാരും കൂടെ കൂടി എന്റെ തലയിലേക്ക് കെട്ടിവെച്ച് തന്ന മുതൽ എന്താണെങ്കിലും കൊള്ളാം. ഇനി ഒരു നിമിഷം പോലും നീ എന്റെ ഭാര്യയായിട്ട് ഈ വീട്ടിൽ തുടരാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയാം. അപ്പൊ അഭി ഇങ്ങനെ കിടന്ന് ആടുന്നുണ്ടായിരുന്നു. ജയൻ പറഞ്ഞു, നീ ഒന്ന് സമാധാനമായിട്ട് ഇരിക്കുക അഭി, തീരുമാനം ഉണ്ടാക്കാം. അവര് കാരണം പറയട്ടെ, എന്താന്ന് പറയട്ടെ, അവർക്ക് പറയാനുള്ളതും പറയട്ടെ. പിന്നെ നവിയോട് ചോദിച്ചു, ഇതെന്താ ഈ കാണുന്നേ, ഇതിന് ഉത്തരം പറയാൻ ദേവേനി പറയണം. നവി ഒന്നും മിണ്ടാ നിൽക്കുക. നവിക്ക് എന്തും മറുപടി പറയണം നടത്തില്ല. ഒരു പതിവ്രത വന്നേക്കുന്നു. അവൾ ഇതല്ല, ഇതിനു മുമ്പ് പല അഭ്യാസങ്ങളും കാണിച്ചിട്ടുണ്ട്. വയറ്റത്ത് തലവണ വെച്ച് കെട്ടിയിട്ട് ഗർഭിണിയാന്നും പറഞ്ഞുകൊണ്ട് നടന്നു. ഇപ്പോഴാണ്ടെ അടുത്തത്. നിന്നെ പോലെ ഒരു വൃത്തിയായിട്ട പെണ്ണ് ഞാൻ കണ്ടിട്ടില്ല. ഈ കുടുംബത്തിലേക്ക് പോയിട്ട് ഈ കുടുംബത്തിന് പടി കടന്നു വരാനുള്ള യോഗ്യത പോലും നിനക്കില്ല. എന്നിട്ട് അവള് കള്ളത്തരം കാണിച്ച് കയറി വന്നതും പോരാ, എന്നിട്ടിപ്പോ അടുത്ത പൊല്ലാപ്പ് ഉണ്ടാക്കിക്കൊണ്ട് ഒരു നാണം ഇല്ലാതെ വന്ന് നിൽക്കുന്നു. ഇവളുടെ വായിക്കകത്ത് നാക്കുണ്ടോന്ന് നോക്കിയേ. പെട്ടെന്ന് നവ്യ പറഞ്ഞു, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയാം. പിന്നെ തെറ്റ് ചെയ്തിട്ടില്ല പോലും, തെറ്റ് ചെയ്യാത്തൊരു പുണ്യാളത്തെയാണല്ലോ ഞാന്. മുത്തശ്ശൻ, എന്നാ നീ കാര്യം പറ, എന്താ പറ്റിയെന്ന്. അത് മുത്തശ്ശൻ ഞാന് എന്ന് പറഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് നയന കയറി പറഞ്ഞു, ഈ ഫോട്ടോസ് ആണോ, ഈ ഫോട്ടോസൊക്കെ ഇന്നത്തെ കാലത്ത് ആർക്ക് വെള്ളം ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ നവ്യേച്ചിയുടെ ഫോട്ടോയോ വേറെ ആരുടെയും ഫോട്ടോ ആണെങ്കിൽ കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ഉപയോഗിച്ച് ഫോട്ടോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അത് മാത്രം, അതിനപ്പുറം വേറൊന്നും ഇല്ലാന്ന് പറഞ്ഞു. ഓഹോ, അത് നീ മാത്രം അങ്ങോട്ട് പറഞ്ഞിട്ട് കാര്യമില്ലോ, ഇവര് പറയുന്നതെല്ലാം കള്ളത്തരം മുത്തശ്ശ, ഇവര് പറയുന്നൊന്നും വിശ്വസിക്കരുത്. ആദർശം ഉണ്ടായിരുന്നപ്പോ മുത്തശ്ശൻ പറഞ്ഞു, നീ എന്താ ആദർശം ഒന്നും മിണ്ടായിരിക്കുന്നേ, നിനക്കൊന്നും പറയാനില്ലേന്ന് ചോദിക്കുകയാണ്. എങ്ങനെ പറയാനാ, ഇവരെല്ലാരും കൂടെ ഒത്തോണ്ടുള്ള കളിയല്ലേ ഇത്. 3 പേരും കൂടെ ഒരുമിച്ച് പുറത്തു പോയിക്കുന്നു. അല്ലെങ്കിൽ ഇന്നലെ രാത്രി തന്നെ എന്താ സംഭവിച്ചേ, നടക്കാൻ പോയപ്പം ബൈക്ക് വന്ന് ഇടിച്ചാന്ന് ഓർത്താണ് എല്ലാരും ഇരിക്കുന്നത്. അതൊന്നും അല്ല സത്യാവസ്ഥ എന്ന് പറയണം. മുത്തശ്ശൻ ചോദിച്ചു, പിന്നെ അത് അവരോട് തന്നെ ചോദിച്ചു നോക്ക്, ഭയങ്കര സത്യം മാത്രം പറയുന്ന പുത്രനല്ലേ, ചോദിച്ചു നോക്ക്, പറഞ്ഞു തരൂന്ന് പറയാം. ദേവേനെ ആ പടം നാണം കെട്ട് നിൽക്കുക. ആദർശനെ കുറിഞ്ഞ് പറഞ്ഞു എടുക്കുമ്പോഴത്തേനും പെട്ടെന്ന് പറഞ്ഞു, നീ എന്തിനാണ് ഇങ്ങനെ നാണം കെട്ട് തല പിടിച്ചിരിക്കുന്നത്, നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ തുറന്ന് പറഞ്ഞാൽ പോരെ. നായന പറഞ്ഞു, അതെ ആദർശാണ് ആരും കുറ്റം പറയേണ്ട ആവശ്യമില്ല, ആദർശാണ് ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് പറയും. ഓ അപ്പത്തേനും സപ്പോർട്ടുമായിട്ട് വന്നല്ലോ. ഇവിടെ എന്ത് കാര്യം ഉണ്ടായാലും എന്തൊക്കെ നടന്നെന്ന് പറഞ്ഞാലും ആരെ ഇറക്കി വിടുകയെന്നൊരു ഉറപ്പുള്ളതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് എന്ത് തോന്നിയാസം കാണിക്കാന്നായതല്ലേ. ഇപ്പം ഞാനും എൻ്റെ അമ്മ ഇവിടുത്തെ 7ാം കൂലി, ഞങ്ങൾക്ക് ഇവിടെ കറിവേപ്പിലയുടെ വില പോലും ഇല്ല. ഞങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും അവസാനം കുറ്റം മുഴുവൻ ഞങ്ങളുടെ തലയ്ക്കായിരിക്കും. ബാക്കി എല്ലാവരും ഇവിടെ നല്ല വിള ചമന്ന് അകത്ത് കയറി ഇരിക്കത്തോളെന്ന് പറയാം. പെട്ടെന്ന് ആദർശം പറഞ്ഞ, അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അഭി, നീ പറയുന്നതിനും ഒരിതൊക്കെ ഉണ്ട് കേട്ടോ. വായി വരുന്ന എന്തും വിളിച്ചു പോകാന്ന് അയക്കരുത്. നിന്റെ നാക്കിനല്ലിൽ ഇന്ന് കരുതി എന്തും വിളിച്ചു പറയരുത്. നീ കുടിച്ചിട്ട് വന്നിട്ട് ബോധമില്ലാതെ ഇങ്ങനെ ഒരിതും പറയരുത്. നിന്നോട് പണ്ടേ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ കുടിച്ചിട്ട് വന്ന് കിടന്നിട്ട് ഇങ്ങനെ കോപ്രായങ്ങളൊന്നും കാണിക്കരുതെന്ന്. പിന്നെ ഒരു പുണ്യാളം വന്നിരിക്കുന്നു. നിങ്ങൾ അത്ര വലിയ പുണ്യാളനാണെങ്കിലേ ഈ ചോദിച്ചാനുള്ള മറുപടി തരാൻ പറയാണ്. അത് നിങ്ങളുടെ മറുപടി ഉണ്ടോ, എന്താ വായിക്കാൻ നാവിറങ്ങി പോയെന്ന് വെക്കണം. പെട്ടെന്ന് നയന വന്നിട്ട് അബിയോട് പറഞ്ഞു, ഒരു അക്ഷരം പോലും നീ മിണ്ടിപ്പോയേക്കരുത്. എന്താണെന്നറിയോ, ഭാര്യയെക്കുറിച്ച് ഇങ്ങനെ ഒരു കാര്യം കേട്ടിട്ടുണ്ടെങ്കിൽ ആദ്യം എന്താ ചെയ്യേണ്ടത്, അത് സത്യമാണെന്ന് അന്വേഷിക്കേണ്ട ചെയ്യണ്ടേ, അല്ലാതെ ഓരോ നാട്ടുകാരെ വീട്ടുകാരെ മുഴുവൻ അറിയിക്കാനായിട്ട് എല്ലാവരെയും വിളിച്ചു കൂട്ടി ഇങ്ങനെ സഭ ചെയ്യുകയാണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കണം. പെട്ടെന്ന് അഭിയം പറഞ്ഞു, ശരിയാണ്, അഭി ഒരിക്കലും എന്നെ സ്നേഹിച്ചിട്ടില്ല, അതിന് തെളിവായത്. അഭിക്ക് എന്നോട് ഇഷ്ടം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയല്ല ചെയ്യുന്നത്, എന്നെ വിളിച്ചിരുത്തി കാര്യം എന്താണെന്ന് ചോദിക്കുമായിരുന്നു. ഇങ്ങനെ ഒരു ഫോട്ടോ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ സത്യാവസ്ഥ എന്താണെന്നെങ്കിലും അന്വേഷിക്കുമായിരുന്നു. പക്ഷെ അതുപോലും അഭി അന്വേഷിച്ചിട്ടില്ല. അല്ലേലും എനിക്കറിയായിരുന്നു അബിയോട് ഞാൻ ഈ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് കാര്യമായിരുന്നു. ഒരിക്കലും അബിക്ക് എന്നെ രക്ഷിക്കാനോ എന്റെ ഭാവം ന്യായീകരിക്കാനോ അബിക്ക് സാധിക്കില്ലെന്ന് പറയാം. നയന പറഞ്ഞു, ശരിയാ
നവ്യേച്ചി പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാ. ഈ സമയത്ത് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഭാര്യയുടെ ഭാഗത്തായിരിക്കും ഏത് ഭർത്താവും നിൽക്കണ്ടേ. അതിന്റെ സത്യാവസ്ഥ കണ്ടെത്തിയിട്ട് മാത്രം അവളെ കുറ്റപ്പെടുത്താൻ പാടുള്ളൂ എന്ന് പറയാം. പിന്നെ ഇത് കേട്ട് ഇപ്പൊ ആദർശ് പറഞ്ഞു, അല്ല അവര് പറഞ്ഞാൽ എന്തെങ്കിലും തെറ്റുണ്ടോന്ന് ചോദിക്കണം. അപ്പൊ അബി എടുത്തു വായിക്കു വെച്ചു, അല്ല നിങ്ങളുടെ ഭാര്യ ഇങ്ങനെ ചെയ്തെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുന്നേ? അവളെ പരിക്കകത്ത് കയറ്റി വെച്ചുകൊണ്ടിരിക്കുവോ? ഇപ്പം എനിക്കായതുകൊണ്ടല്ലേ ഇങ്ങനെ എല്ലാരും കൂടെ എന്നെ ഇട്ട് കൊത്തി വലിക്കുന്നു. ഓ ഞാനിവിടെ ആരുമല്ലല്ലോ, അതുകൊണ്ടായിരിക്കും അല്ലേ. അവനവന്റെ ദേഹത്ത് കുത്തിയാൽ അവനവന് വേദന ഉണ്ടാവുള്ളൂ. അത് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരണമെന്ന് ആദർശനോട് പറയാം. ആദർശ് പറഞ്ഞു, അബി നിന്നോട് ഒരു വട്ടം ഞാൻ പറഞ്ഞു ഇവിടെ ഒരു തെറ്റും ചെയ്തിട്ടില്ല ആരും, വെറുതെ ഇങ്ങനെ ക്രോസ് വിസ്താരം നടത്തേണ്ട ആവശ്യമില്ല. മൂർത്തി മുത്തശ്ശൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നീ കാര്യം എന്താന്ന് പറ. അവര് പറയത്തില്ല. കാരണം എന്താണെന്നറിയോ? അവര് മൂന്നുപേരും ഒറ്റക്കെട്ടായതുകൊണ്ട് പറയത്തില്ല. ഇന്നലെ രാത്രിയിൽ ഇവിടെ സംഭവിച്ചത് എന്താണെന്നറിയോ? ശരിക്കും പറഞ്ഞാൽ നടക്കാൻ പോയപ്പോഴ ആക്സിഡന്റ് ഉണ്ടായതൊന്നും അല്ലത്. പെട്ടെന്ന് ജലജ പറഞ്ഞു, അല്ല നിനക്കറിയാമെങ്കിൽ നീ അങ്ങോട്ട് പറയടാന്ന് പറയണ. ദേവേനെ അബിയോട് പറഞ്ഞു, പിന്നെ എന്തിനാ അബി നീ ഇങ്ങനെ ഉരുണ്ട് കളിക്കുന്നേ? നിനക്കറിയാമെങ്കിൽ നീ ആ കാര്യം അങ്ങോട്ട് പറഞ്ഞാൽ പോരെ, ഇങ്ങനെ ഇട്ട് വലിച്ചു തീട്ടേണ്ട ആവശ്യമുണ്ടോന്ന് പറയണ. പെട്ടെന്ന് നവ്യയുടെ ഉള്ളിൽ ആന്തലുണ്ട്, എന്തായിരിക്കും പോലും പറയാൻ പോകുന്നത്. എനിക്ക് നല്ല ടെൻഷനൊക്കെ ഉണ്ടാകുന്നുണ്ടായിരുന്നു. അബി ആള് എന്ത് വൃത്തിയോട് വിളിച്ചു പറയാനായിട്ട് ഒരു മടിയില്ലാത്തവനാ. ഇവൾക്ക് ഒരുത്തനുമായിട്ട് റിലേഷൻ ഉണ്ട്. അവൻ ഇന്നലെ രാത്രി വന്നിട്ടുണ്ടായിരുന്നു. അവനെ കാണാനായിട്ട് അവൾ ഇറങ്ങിപ്പോയെന്ന് പറയാ. പെട്ടെന്ന് എല്ലാവരും ഒരു ഞെട്ടലുണ്ടായി. സത്യമാണോടാ ആദർശി പറയണെന്ന് ചോദിക്കണം. പിന്നീട് അബി പറഞ്ഞു, പറയത്തൊന്നുമില്ല. എന്റെ ഏട്ടൻ എന്ന് പറഞ്ഞ മഹാൻ അതിനെക്കുറിച്ച് സംസാരിക്കത്ത് പോലില്ല. കാരണം അവരോടൊപ്പം ഏട്ടൻ ആ കളിക്ക് കൂട്ടു നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇത്രയൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്റെ ഏട്ടൻ എന്ന് വെച്ചപ്പോ ഞാൻ വിചാരിച്ച എന്തേലും മോശക്കേടായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ അതിനെതിരെ പ്രതികരിക്കുമെന്നാ. പക്ഷെ ചെയ്തത് അങ്ങനെയല്ല. അവരോടൊപ്പം കൂട്ടു നിൽക്കുക ചെയ്ത. അങ്ങനെ പുറത്തു പോയ സമയത്ത് അവൾ കൊണ്ടുപോയ ആക്സിഡന്റ് ആയത്. പക്ഷെ ഇത് ഞാൻ അറിയുമെന്നൊന്നും ആരും വിചാരിച്ചില്ലല്ലേ എന്ന് ചോദിക്കുകയാണ്. പിന്നെ അബി ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ കിടന്ന് പൊലമ്പിക്കൊണ്ടിരിക്കുക. എന്നിട്ട് പറഞ്ഞു, അവളെ ഇന്ന് ഞാനുണ്ടല്ലോ, ഇവളെ ഇന്ന് ശരിയാക്കൂ. ഒരു നിമിഷം പോലും ഇവളെ ഇവിടെ നിർത്തിക്കൂടെന്ന് പറയണേ. എന്റെ ഭാര്യയായിട്ട് ഇനി ഇവളെ എനിക്ക് വേണ്ട. ഒരു കാരണവശാലും ഈ അനന്തപുരി തറവാട് ഞാൻ നിർത്താൻ സമ്മതിക്കത്തില്ല. എത്രയും പെട്ടെന്ന് ഇവളെ ഇറക്കി വിട്ടോണെന്ന് പറയാം. ജയൻ പറഞ്ഞു, നീ ഇങ്ങോട്ട് വന്നേ, നീ പോയി കിടക്ക്, ഒന്ന് ഉറങ്ങി എണീറ്റ് ചെയ്യുമ്പോൾ എല്ലാം ശരിയാവുന്നതാണ്. എങ്ങോട്ട് ശരിയാ? എന്റെ കയ്യെന്നങ്ങ് വിടാൻ പറഞ്ഞു. ജയന്റെ കൈ അങ്ങോട്ട് തട്ടി മാറ്റുവാണ്. എനിക്ക് എങ്ങോട്ടും പോകണ്ട. എനിക്ക് ഇതിന്റെ തീരുമാനം ഉണ്ടാക്കണം ഇന്ന് തന്നെ. ഇപ്പൊ തന്നെ ഇതിന്റെ തീരുമാനം അറിയണം, അല്ലാതെ ഞാൻ ഒരിടത്തേക്കും പോയില്ല എന്ന് പറയാം. ഇപ്പൊ തന്നെ ഇവളെ ഇറക്കി വിടുന്നുണ്ടോ അതോ ഞാൻ ഇറക്കി വിടണോന്ന് ചോദിക്കുകയാണ്. പെട്ടെന്ന് നബിയുടെ അടുത്തേക്ക് വന്നപ്പോ തന്നെ നയന കയറി ഇടയ്ക്കുന്നു. അബി നീ മാറിപ്പോവാൻ പറയാണ്. മുത്തശ്ശൻ പറഞ്ഞു, എന്താടാ ആദർശ് ഇതൊക്കെ? മുത്തശ്ശിക്കും വല്ലാത്ത സങ്കടം ആവുന്നുണ്ടായിരുന്നു. അവസാനം ആദർശ് പറഞ്ഞു, ഞാൻ പറയാം, സത്യങ്ങളെല്ലാം പറയാന്ന് പറയണ. പെട്ടെന്ന് ദേവേനെ ചോദിച്ചു, അപ്പൊ നീ ഇത്രയും സമയം പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളെല്ലാം കള്ളമാണെന്ന് ചോദിക്കുക. ജലജ പറഞ്ഞു, അങ്ങനെ ചോദിക്കേട്ടത്തി, അങ്ങനെ ചോദിക്കുക. മോൻ കള്ളമൊന്നും പറയത്തില്ല, സത്യം മാത്രമേ പറയണമെന്നല്ലേ പറഞ്ഞ. സത്യമാണെന്നും പറഞ്ഞിരുന്നല്ലേ ഇപ്പൊ പറഞ്ഞത് കേട്ടല്ലോ എന്ന് പറയണം. ഈ ജലജയുടെ സംസാരം കേട്ടപ്പോഴത്തേനും നയന വന്നിട്ട് പറഞ്ഞു, അതെ ആരും ക്രോസ് വിസ്താരം ഒന്നും നടത്താൻ വരണ്ട. ആദർശേട്ടനോ ഞാനോ എന്റെ ചേച്ചി ഞങ്ങളാരും തെറ്റുകാരൊന്നും അല്ല. ആദർശേട്ടൻ കാര്യം പറയാമെന്ന് പറഞ്ഞല്ലോ, പിന്നെ എന്തിനാ എല്ലാരും ആദർശേട്ടനെ കുറ്റപ്പെടുത്തുന്നതെന്ന് പറയാം. ആരും കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ലാന്ന് ആദർശ് പറഞ്ഞു. ഇന്നലെ ഉണ്ടായ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞത് കള്ളത്തരവാ. ഇന്നലെ ഉണ്ടായത് അതല്ല, സത്യാവസ്ഥ അതല്ലെന്ന് പറയാണ്. മുത്തശ്ശി ചോദിച്ചു, പിന്നെ എന്താ ഉണ്ടായത്? കാര്യം നീ പറയടാന്ന് പറയാണ്. ഈ ഫോട്ടോയിൽ കാണുന്നവന്റെ പേര് നിർമ്മൽ എന്നാണ്. അവനെ നവ്യയുടെ കൂടി കോളേജിൽ പഠിച്ചതാ. കോളേജിൽ പഠിച്ചിട്ട് ആ സമയത്ത് അവന് ഇഷ്ടമാന്ന് പറഞ്ഞ് പുറകെ നടന്നു കഴിഞ്ഞപ്പോ നവ്യ എതിർക്കുകയതേ. അപ്പൊ അതിന്റെ വൈരാഗ്യം അവന്റെ മനസ്സിലുണ്ടായിരുന്നു. അതിന്റെ പേരില് നവ്യനെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ തുടങ്ങി. നവ്യയുടെ അവന്റെ കുറച്ച് ഫോട്ടോസൊക്കെ വെച്ച് ക്രിയേറ്റ് ചെയ്തിട്ട് അത് ആദ്യം നവ്യക്ക് അയച്ചു കൊടുത്തു. പിന്നീട് അത് വെച്ച് ബ്ലാക്ക്മെയിൽ ചെയ്യാൻ തുടങ്ങി. അവസാനം നവ്യയോട് പണമൊക്കെ ചോദിച്ചു. ഇപ്പൊ അന്ന് ആ പണം ചോദിച്ചു കഴിഞ്ഞപ്പോ അത് കൊടുക്കാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞുകൊണ്ട് അവനെ പിടികൂടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്ന് ഇറങ്ങി തിരിച്ചേ. ഇന്നലെ വൈകുന്നേരം അവൻ ഇവിടെ വന്നെന്നുള്ള ശരി തന്നെയാ. പക്ഷേങ്കില് അത് നവ്യനെ കാണാനോ അല്ല നവ്യനെ വിളിച്ചിറക്കിക്കൊണ്ട് പോകാനോ നവ്യയുടെ ഇഷ്ടത്തോടു കൂടി ആയിരുന്നില്ല. ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയായിരുന്നു, എനിക്കും നയനിക്കും അറിയായിരുന്നു ഈ കാര്യത്തെക്കുറിച്ചൊക്കെ. അപ്പൊ അവനെ പിടികൂടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോയത്. ആ സമയത്തുണ്ടായ ഒരു ആക്സിഡന്റ് ആണത്. അവനെ പിടികൂടാൻ ശ്രമിക്കുന്നതിനിടയ്ക്കാണ് നയനിക്ക് ആക്സിഡന്റ് ഉണ്ടായത്. അവന് തള്ളിയിട്ട് കഴിഞ്ഞപ്പോ നയനെ പോയി വീഴുക ചെയ്തേ. ഇത്രയും കേട്ടപ്പോ ദേവേനെ വിളിച്ചു, എന്നിട്ട് എന്താണ് നീ ഇതൊന്നും പറയാതിരുന്നത്? നീ ഇതെല്ലാം മറച്ചു വെച്ച എന്തിനാന്ന് ചോദിക്കണം. അത് പിന്നെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുത്തശ്ശന്റെ മനസ്സ് വേദനിക്കുമല്ലോ, അതുകൊണ്ടാണ് ഞങ്ങളിത് പറയാതിരുന്നേ. അത് മാത്രമല്ല പോലീസിന്റെ സഹായം തേടിയിട്ടുണ്ടായിരുന്നു, പോലീസിൽ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. അവരും അവനെ പിടിക്കാനായിട്ട് വന്ന. പക്ഷെ എന്ത് ചെയ്യാനാ, ആ സമയത്ത് അതിന് സാധിച്ചില്ല. അവൻ രക്ഷപ്പെട്ടു പോയി. അധികം വൈകാതെ തന്നെ അവനെ പോലീസ് പൊക്കൂന്ന് പറയണം. ഈ സമയം അബിയിൽ ഒരു ഞെട്ടനുണ്ടായി. അവനെ എങ്ങനെ പോലീസ് പൊക്കിയിട്ടുണ്ടെങ്കിൽ തന്റെ കാര്യത്തിലൊരു തീരുമാനമോ അപ്പിനെ എന്ത് ചെയ്യും? ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോ തന്നെ അബി പറഞ്ഞു, കൊള്ളാം, സൂപ്പർ ആയിട്ടുണ്ട്. കഥ എഴുതാൻ പോവാണെങ്കിൽ എന്റെ ഏട്ടൻ മിക്കവാറും
നല്ലൊരു കഥാകൃത്താണുള്ള ചാൻസ് ഉണ്ട്, സൂപ്പർ കഥയെന്ന് പറഞ്ഞാൽ ഇത് കഥയുള്ളെന്ന് പറഞ്ഞുകൊണ്ട് നയന അങ്ങോട്ട് വരിക. സത്യമായിട്ടുള്ള കാര്യമാണ് പറഞ്ഞേ. മുത്തശ്ശന്റെ മനസ്സ് വേദനിക്കുമെന്ന് കരുതിയാ പറയായിരുന്നേ. പിന്നെ ഇങ്ങനൊരു സംഭവം ഉണ്ടായപ്പോ തന്നെ ഞാനത് ആദർശേട്ടനോട് പറഞ്ഞിരുന്നു. ഇതിനു മുമ്പ് പറഞ്ഞില്ലെന്നും പറഞ്ഞുകൊണ്ട് ഒരു പ്രശ്നമൊക്കെ ഉണ്ടായതല്ലേ, അതുകൊണ്ട് ഇനി ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവില്ലെന്ന് കരുതി ഞാൻ ആദർശയോട് സത്യങ്ങളൊക്കെ തുറന്നു പറയുകയാണ്. ജലജ പറഞ്ഞു, കണ്ടില്ല അവളുടെ ഒരു അഹങ്കാരം കണ്ടില്ലേ. ദേവേനി പറഞ്ഞു, നീ എന്നിട്ട് എന്താടാ ഈ കാര്യത്തെക്കുറിച്ചൊന്നും ഞങ്ങളോട് ആരോടും പറയാതിരുന്നേ? നിനക്ക് പറയാൻ പറ്റില്ല, നിനക്ക് മുത്തശ്ശനോട് പറയാനല്ലേ പാടില്ലാത്തുള്ളൂ, എന്നോടും അച്ഛനോടും പറഞ്ഞാൽ എന്തായിരുന്നു കുഴപ്പം? അപ്പൊ നീ കള്ളം പറയാല്ലായിരുന്നോ? അമ്മയത് ആ സമയത്ത് അങ്ങനെയൊന്നും പറയാൻ തോന്നിയില്ല. പെട്ടെന്ന് നയന വന്നിട്ട് പറഞ്ഞു, ഇത്രയും പ്രശ്നം ആവുമെന്ന് കരുതിയില്ലമ്മേ, ഇത്രയും വലിയ പ്രശ്നമാവെന്ന് കരുതിയില്ല, സീരിയസ് ആയിട്ട് എടുക്കുന്ന, പെട്ടെന്ന് ഞങ്ങളെ കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്നതാണെങ്കിൽ പരിഹരിക്കാന്ന് വിചാരിച്ച് ഞങ്ങൾ മുന്നോട്ട് പോയത്. പക്ഷെങ്കിൽ ഞങ്ങളുടെ കൈപ്പിടിയിൽ ഇത് ഒതുങ്ങിയില്ലെന്ന് പറയാം. ആദർശ് പറഞ്ഞു, അങ്ങനെ ഇനിയിപ്പോൾ അവന്റെ കാര്യത്തിൽ പേടിക്കണ്ട, അവനെ പോലീസ് പൊയ്ക്കോളും, ഈ നവ്യ ഈ കാര്യത്തിൽ നിരപരാധിയാന്ന് പറയണം. പക്ഷെ ജലജ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. ജലജ പറഞ്ഞു, കൊള്ളാം, എല്ലാരും കൂടി അവളെ വാഴിക്കാനായിട്ട് ഇവിടെ ശ്രമമില്ല, അതൊരിക്കലും നടക്കില്ല, ഇങ്ങോട്ട് വാടി, എന്റെ മരുമോളായിട്ട് നീ ഇവിടെ ഒരു നിമിഷം പോലും നിൽക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് നവ്യയുടെ കയ്യെ പിടിച്ച് വലിച്ചുകൊണ്ട് അങ്ങോട്ട് പോവാണ്. നയനെയൊക്കെ ചെന്ന് പിടിപിടിക്കാൻ ശ്രമിച്ചെങ്കിലും ഇറങ്ങി പോടി എന്റെ വീട്ടിൽ നിന്ന് പറഞ്ഞ് വലിച്ചഴിച്ചോണ്ട് കൊണ്ട് മുത്തശ്ശി എല്ലാവരും എതിർക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ജലജ വിട്ടില്ല. ജലജ വലിച്ചോണ്ട് പോയി പുറത്തേക്ക് വിടാൻ തുടങ്ങുമ്പോഴത്തേനും പെട്ടെന്ന് നവ്യ അങ്ങോട്ട് വീഴുവാണ്. നയനയൊക്കെ ഓടിയുമ്പോഴത്തേനും നവ്യ ബോധം കെട്ട് പോവുകയാണ്. മുത്തശ്ശിയും നയന എല്ലാവരും കൂടെ വന്ന് വിളിച്ചിട്ട് നവ്യക്ക് ബോധം വരുന്നുണ്ടായിരുന്നില്ല. ഒരു നിമിഷം ജലജ പോലും ഞെട്ടിത്തെരിച്ചിരിക്കുകയാണ്. അപ്പൊ എന്താ നവ്യക്ക് പറ്റിയെന്നൊക്കെ നമുക്ക് അറിയണ്ടേ? അപ്പൊ അതിന്റെ ഫുൾ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. അപ്പൊ ഇനി നമ്മളെല്ലാവരും കാണാൻ കാത്തിരിക്കുന്ന ഒരു സസ്പെൻസ് ഇനി വരാൻ പോകുന്നേ. അപ്പൊ നാളെ രാവിലത്തെ ഫുൾ വിശേഷം വരുമ്പോ ആ സസ്പെൻസ് എന്താന്ന് ഞാൻ പറയാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.